ഏനാമാവ് പരിശുദ്ധ പോംബെ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ കോഞ്ചിറമുത്തിയുടെ ഊട്ടുതിരുനാളിന് തുടക്കമായി. ഇന്ത്യയിലെ ആദ്യത്തെ പരിശുദ്ധ പോംബെ മാതാവിന്റെ നാമധേയത്തിലുള്ള മരിയൻ തീർത്ഥാടന കേന്ദ്രമാണിത്. തൃശൂർ അതിരൂപതയ്ക്ക് കീഴിലുള്ള ഈ ദേവാലയം ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ളതാണ്. തിരുനാളിനോടനുബന്ധിച്ച് വിശ്വാസികൾ ഇവിടെ ചക്ക സമർപ്പണവും നടത്തിവരാറുണ്ട്. അതുകൊണ്ട് തന്നെ ചക്ക പെരുന്നാൾ എന്ന നിലയിലും ഇത് അറിയപ്പെടുന്നു. തിരുനാളിനോടനുബന്ധിച്ച് ജില്ലയുടെ പലയിടങ്ങളിൽ നിന്നും ചക്ക, കടച്ചക്ക പോലെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തലും ലേലം വിളിക്കുന്നതും പതിവായിരുന്നു. അതിനാൽ കാർഷിക ഉത്സവമായും കോഞ്ചിറ തിരുനാൾ അറിയപ്പെടുന്നു. തിരുനാളിന് വരുന്നവർ തിരിച്ചു പോകുന്നത് ചക്കകൾ കൊണ്ടായിരിക്കും. എന്നാൽ കാലക്രമേണ ഇത് മാറി. ഇന്ന് പഴയകാല ചക്ക പെരുന്നാളിന്റെ ഓർമ്മപ്പെടുത്തലായി ചക്ക സമർപ്പണ ചടങ്ങ് തിരുനാൾ ദിവസങ്ങളിൽ പള്ളിയിൽ നടത്തിവരുന്നു. തിരുനാൾ സമാപിക്കുന്ന ദിവസം ചക്കയും വിശ്വാസികൾക്ക് വിതരണം ചെയ്യും. ആദ്യ കാര്യങ്ങളിൽ കോഞ്ചിറ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ചക്ക പെരുന്നാളിനാണ് പേര് കേട്ടിട്ടുള്ളത്. അതിന്റെ ഓർമ്മയ്ക്കായി നമ്മുടെ ഇടവകയിലത്തെ വീടുകളിൽ നിന്നും ചക്കകൾ സമാഹരിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതാണ് ഈ ചക്ക.